ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് വളരെ ബുദ്ധിമാനും സുന്ദരനുമായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവിനൊരു സംശയം. പ്രജകൾക്കെല്ലാം രാജാവിനേക്കാൾ കൂടുതൽ ഇഷ്ടം മന്ത്രിയോടാണോ എന്നുള്ളതായിരുന്നു സംശയം കൂടിക്കൂടി രാജാവ് ഒരു ദിവസം മന്ത്രിയെ പിടിച്ചു തടവിലാക്കി. എന്നിട്ട് മന്ത്രിയെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. കൊല്ലുന്നതിന്റെ തലേ ദിവസം രാജാവ് നേരെ തടവറയിൽ വന്ന് മന്ത്രിയോട് പറഞ്ഞു, നാളെ നിങ്ങളെ രാജസദസ്സിൽ ഹാജരാക്കും. ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്കൊരു ഗ്ലാസ് ജാറ് തരും. അതിനുള്ളിൽ 2 എഴുത്തുകൾ ഉണ്ടാവും. ഒന്നിൽ മരണമെന്നും ഒന്നിൽ ജീവിതമെന്നും എഴുതിയിരിക്കും. ഇതിൽ നിന്ന് ഒരു എഴുത്ത് നിങ്ങൾക്ക് എടുക്കാം. അത് തുറന്നു നോക്കുമ്പോൾ മരണമെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. ജീവിതമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു അവസരം കൂടി ഞാൻ നൽകും എന്ന് രാജാവ് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്നു. അർദ്ധരാത്രിയായപ്പോൾ രാജപുരോഹിതൻ നേരെ ജയിലിൽ വന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, എന്തായാലും നിങ്ങളെ കൊല്ലുവാനാണ് രാജാവിന്റെ തീരുമാനം. ആ ഗ്ലാസ് ജാറിനുള്ളിലെ 2 എഴുത്തുകളിലും മരണമെന്നാണ് രാജാവ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പേപ്പർ എടുത്താലും നിങ്ങളെ രാജാവ് നാളെ കൊല്ലുമെന്ന് ഈ രാജപുരോഹിതൻ അറിയിച്ചതിനു ശേഷം തിരികെ പോകുന്നു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തു. മന്ത്രിയെ രാജസദസ്സിൽ ഹാജരാക്കി. മന്ത്രിയോട് ഗ്ലാസ് ജാറിൽ നിന്ന് രാജാവ് എഴുത്തെടുക്കാൻ ആജ്ഞാപിച്ചു. മന്ത്രി എഴുത്തെടുത്തു. പിന്നെ രാജാവ് മന്ത്രിയെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ കഥയുടെ അവസാനം. ഈ കഥയിലെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, എങ്ങനെയാണ് മന്ത്രി രക്ഷപ്പെട്ടത് എന്നാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഉത്തരം അറിഞ്ഞുകൂടാത്തവർക്കും ഉത്തരം എഴുതി കഴിഞ്ഞവർക്കും വേണ്ടി ഞാനത് വിശദീകരിക്കുകയാണ്. മന്ത്രി നേരെ അവിടെ വന്ന് ഗ്ലാസ് ജാറിനുള്ളിലേക്ക് കൈയിട്ട് കയ്യിൽ കെട്ടിയൊരു എഴുത്തെടുക്കുകയും അപ്പോൾ തന്നെ അത് വായിലിട്ട് ചവച്ചരച്ച് ഉള്ളിലാക്കുകയും ചെയ്തു. എന്നിട്ട് മന്ത്രി പറഞ്ഞു, എന്റെ വിധി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ബാക്കി ഇതിനുള്ളിലുള്ളത് രാജാവ് പറഞ്ഞ 2ാമത്തെ പേപ്പറാണ്. അത് നോക്കി എന്റെ വിധി തീരുമാനിക്കുക എന്ന് പറഞ്ഞു. രാജാവ് പുരോഹിതനെ വിട്ട് പേപ്പർ തുറന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്ന മരണം എന്നായിരുന്നു. അപ്പോൾ പ്രജകളെല്ലാം ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. കാരണം എന്തെന്ന് പറഞ്ഞാൽ, രാജാവ് പറഞ്ഞതിന് പ്രകാരം മറ്റേ പേപ്പറിൽ ജീവിതം എന്നായിരിക്കും. അതാണ് മന്ത്രി കഴിച്ചത്. ഒടുവിൽ രാജാവിന് മന്ത്രിയെ ഒന്നും ചെയ്യാൻ കഴിയാതെ വിട്ടയക്കുകയാണ് ഉണ്ടായത്.